ഹായ്. അപ്പോൾ പിന്നെ ഞാൻ കൊച്ചിനെ അംഗൻവാടിയിൽ വിട്ടിട്ട് ദേ തിരിച്ചു വന്നു കേട്ടോ. ഇത് ദേ അവിടെ ചേച്ചിക്ക് വീട് പണിയണം കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന അരി ഇട്ടു. ഇനി എനിക്ക് കറി വെക്കണം, വേറെ കുറച്ച് പണിയുണ്ട്. പിന്നെ മുറ്റത്ത് ഇറങ്ങി പുല്ല് പറിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുറ്റം രാവിലെ അടിച്ചില്ല, രാവിലെ സമയം കിട്ടിയില്ല. അപ്പോൾ പുല്ല് പറിക്കാമെന്ന് വിചാരിച്ച്. വെയിലായി, എന്നാലും കുറച്ചൊക്കെ പുല്ല് പറിച്ച്. എന്നും പറിക്കും, പക്ഷെ അതുപോലെ തന്നെ ഇതുപോലെ ആർത്ത് പിടിക്കും. ഒരു മഴ ചാറുമ്പോഴത്തേക്കും പുല്ല് പിന്നെ അതുപോലെ തന്നെയാവും. അപ്പോൾ കുറച്ച് നേരം പുല്ലൊക്കെ പറിച്ച് മുറ്റം 2-3 മുറ്റം അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഒരു 2 മുറ്റം അടിച്ചോളൂ. പിന്നെ പുല്ലും പറിച്ച് മുറ്റം അടിച്ചിട്ട് പിന്നെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പിന്നെയും പോയി. പിന്നെ അവിടെ വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഒക്കെ കാര്യം നോക്കി പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിൽ പിന്നെ കറി വെക്കാനുണ്ടായിരുന്നു, മീൻ കറി. അപ്പോൾ അതേ മീൻ കട്ട് ചെയ്തു. നല്ല സൂപ്പർ കറിയാട്ടോ ഇത്, മുളകാറാട്ടോ വെക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം. മിക്സിയിൽ ചതക്കണേലും നല്ല ഇതുപോലെ കല്ലിൽ ചതക്കണയാണ്. അപ്പോൾ മീൻ ദേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കണായിട്ട് ഇതിന് ടേസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ വെളിച്ചെണ്ണ തീർന്നു. അപ്പം ഞാനൊരു ചെറിയ മറ്റേ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അത് ഇച്ചിരി ഒഴിച്ചതാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് അതിലോട്ട് കടുകിടണവർ കടുകിടും. അപ്പോൾ ഇവിടെയൊക്കെ ഉലുവയായിട്ട് ഇടണേ. ഉലുവ ഇട്ട് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ. കറിവേപ്പില ഇട്ടാൽ നല്ല സൂപ്പറാണ് മീൻ കറിക്കൊക്കെ, മുളകാറിനൊക്കെ. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഡയറക്റ്റ് അല്ല പൊടികൾ ഇടുന്നത്. അങ്ങനെ പൊടി ഇടുമ്പോൾ കരിഞ്ഞും പോവും, പച്ചമണം ശരിക്കും മാറുമില്ല. ഇത് ചെറു ചൂടുവെള്ളത്തിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ നന്നായിട്ട് ഒരു കുഴമ്പൻ രൂപത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പച്ച ചുവ മാറും. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് ശരിക്കും അങ്ങോട്ട് വഴറ്റി ഒരു 2-3 മിനിറ്റ് സിമ്മിലിട്ട് ചെറു തീയിലിട്ട് വഴറ്റി, അടിയിലൊന്നും വേറെ പിടിക്കാതെ നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ എണ്ണ തെളിയണ വരെ വഴറ്റണം. ഇതിപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കുടംപുളി അല്ലെങ്കിൽ പിഴിപുളി, വാളംപുളി എന്ന് പറയില്ലേ, അതോ ചേർക്കണം. ഞാനിന്നിപ്പോൾ ഇവിടെ വാളംപുളി എടുത്തേക്കണേ. അതും ചേർത്ത ഉടനെ തന്നെ വെള്ളം ഒഴിക്കരുത്, ചാറിനുള്ള വെള്ളം ഒഴിക്കരുത്. അതും ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ പുളിയും ആ മുളകും എല്ലാം കൂടി മിക്സ് ആവണം. അപ്പോൾ നല്ലൊരു കളറ് വരും മീൻ കറിക്ക്. ഇപ്പം തന്നെ വെള്ളം ഒഴിച്ചാൽ കളറ് കിട്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം, എന്നാലാണ് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആ ടൈമിൽ പിടിക്കുകയുള്ളൂ. ഇനി അത് നന്നായിട്ട് വഴറ്റി അതും ശരിക്കും നല്ല കളറ് മാറും. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കളറ് മാറും. കളറ് മാറിക്കഴിയുമ്പോൾ ഈ കളറ് വരും, ഉണ്ടാവും. അന്നേരവും നന്നായിട്ട് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു. ഇനി അതിലോട്ട് നമുക്ക് മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഇച്ചിരി ചാറ് വേണം ഇവിടെ, അപ്പോൾ അത് കാരണം വെള്ളം ഒഴിച്ചു. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മീനാട്ടോ, ചെമ്പല്ലി എന്ന് പറയും. അപ്പോൾ മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ടിട്ട് ഈ മീൻ വെക്കണേൽ എല്ലാത്തിലും ഞങ്ങളിവിടെ തക്കാളി ഇടും കേട്ടോ. തേങ്ങ അരച്ച് വെക്കാനാണെങ്കിലും മുളകാറാണെങ്കിലും തക്കാളി ഇടും. കാരണം തക്കാളി ഇട്ട് 2 ദിവസം മീൻ ഇരിക്കാൻ കൊള്ളില്ല. ഇതിപ്പോൾ ഞങ്ങൾക്ക് 1 ദിവസം 1.5 ദിവസത്തേക്കൊക്കെ കാണുള്ളൂ. അപ്പോൾ അതിലോട്ട് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർക്കുവാണ്. തക്കാളി അരിഞ്ഞ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മീൻ കറി നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ തക്കാളി അരിഞ്ഞ് ചേർത്ത് ഇത് ശരിക്കും മൂടി വെച്ച് ഒരു 5 മിനിറ്റ്, ഒരു 2-3-4 മിനിറ്റ് മതി മീൻ കറി വേവാനായിട്ട്. ഇത് മൂടി വെച്ചു. വെന്ത് കഴിഞ്ഞ് നല്ല അടിപൊളി മീൻ കറിയായിരുന്നു കേട്ടോ ഇത്. വെന്ത് ലാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ലാസ്റ്റ് ഞാൻ പച്ച വെളിച്ചെണ്ണ പിന്നെ വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചില്ല. അപ്പോൾ ലാസ്റ്റത്തെ മീൻകറിയുടെ സ്റ്റേജ് ആട്ടോ ഇതെല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ചോറുണ്ണാനിരിക്കും കേട്ടോ. അപ്പോഴത്തേനും കറണ്ട് പോയേ. മീൻകറിയും കോവയ്ക്കയും